ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആമീസ് വ്ലോഗ്. എല്ലാവരും ന്യൂ ഇയർ ഒക്കെ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാനൊരു ഫിഷിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ ആദ്യം ക്ലീൻ ചെയ്യാൻ എടുത്തിരിക്കുന്നത് ആവോലി ഫിഷാണ്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യേണ്ട ഇതെങ്ങനെയാണെന്നൊക്കെ അവിടുന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു. ഇത് പുറത്ത് നല്ല വഴുവഴുപ്പുള്ള ടൈപ്പ് മീനാണ്. അതുകൊണ്ട് അതിൻ്റെ പുറത്ത് നമ്മൾ കുറച്ച് ചാമ്പലിട്ട ശേഷം വേണം ഇത് ക്ലീൻ ചെയ്യാനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തൊലി ഉരിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അത് കുറച്ച് പണിയായതുകൊണ്ട് ഞാൻ ഫുൾ വീഡിയോ ഇവിടെ ഇട്ടിട്ടില്ല. അപ്പോൾ ആ മീൻ നമ്മൾ ക്ലീൻ ചെയ്ത് കുറച്ച് നേരത്തെ പണിയായിരുന്നു. എന്തായാലും അത് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലീൻ ചെയ്യാനുള്ളത് തിലാപ്പിയ മീനാണ്. അത് വലിയ ബുദ്ധിമുട്ടില്ലാതെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന മീനായിരുന്നു. നമ്മൾ സാധാരണ എല്ലാ മീനും കട്ട് ചെയ്യുന്നത് കണക്ക് നമ്മൾ ചെങ്കലവയോ കരിമീനോ ഒക്കെ കട്ട് ചെയ്തെടുക്കുന്ന കണക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മീനായിരുന്നു. വലിയ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റി. അപ്പോൾ ഇത് രണ്ടും നമ്മളിവിടെ ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്, ആവോലിയും തിലാപ്പിയും. ഇന്നത്തെ നമ്മുടെ മെനുവിലുള്ള ഐറ്റംസ് കപ്പ പുഴുങ്ങിയത്, ആവോലി പൊള്ളിച്ചത്, തിലാപ്പിയ ഫ്രൈയും തിലാപ്പിയ ഗ്രിൽഡുമാണ്. അപ്പോൾ അതിനാദ്യം നമ്മൾ ആവോലി ഫിഷ് എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീര്, ഒരു പകുതി നാരങ്ങയുടെ നീര് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ്, ഇത്രയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മസാല അതിൻ്റെ പുറത്ത് പുരട്ടി മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം വെക്കണം. ഇത് ഉപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചത്. ഉപ്പ് കലക്കി വെള്ളമായിട്ട് വെച്ചിരിക്കുന്നതാണ്. മസാല എല്ലായിടും ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് തിലാപ്പിയ മീൻ ഫ്രൈ ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ മസാല അരച്ച് ഒഴിച്ചേക്കുകയാണ്, മിക്സിയിൽ അരച്ചൊഴിച്ചേക്കുകയാണ്. അതിലേക്ക് കുറച്ച് നാരങ്ങാനീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതിൽ എടുത്തിരിക്കുന്നത് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി മിക്സിയിൽ അരച്ചാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഉപ്പ് നമ്മൾ അതുകൊണ്ട് തന്നെ പൊടിയായിട്ടുള്ള ഉപ്പായിട്ട് കൊടുക്കുന്നത്. ഇച്ചിരി വെള്ളം കൂടുതലാണ് അതിന് അരച്ചൊഴിച്ചിരിക്കുന്നത് കൊണ്ട്. നാരങ്ങ നീരും കൂടി ചേർത്തപ്പം കുറച്ച് വാട്ടർ കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് അപ്പോൾ ഉപ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും നന്നായിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമുക്ക് മീൻ പൊള്ളിക്കാൻ ആദ്യം ഞാൻ ആ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് മീൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. മീൻ ഫുള്ളായിട്ട് ഫ്രൈ ആവേണ്ട, അതൊരു ഹാഫ് കുക്കായാൽ മാത്രം മതി. ബാക്കി നമ്മൾ പൊള്ളിക്കുന്ന സമയത്ത് റെഡി ആയിക്കോളും. അപ്പോൾ അത് ജസ്റ്റ് 2 സൈഡും ഒന്ന് വാട്ടിയെടുക്കണം. മീൻ ഇവിടെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് മസാല ഉണ്ടാക്കലാണ്. അതിനായിട്ട് നമ്മൾ ആ മീൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ കുറച്ച് സവാള, ഒരു 4 സവാള, മീഡിയം ടൈപ്പ് സവാള അരിഞ്ഞതാണിത്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു വലിയ ഫിഷ് ആയതുകൊണ്ട് തന്നെ ഇത്രയും സവാള വേണം. അതിൻ്റെ 2 സൈഡ് നമുക്ക് കവർ ചെയ്തെടുക്കണം. സവാള നമ്മൾ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, തീരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് വേഗം നമുക്ക് വാടി കിട്ടും. സവാള വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ചേർക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് വാട്ടിയെടുക്കാം. അതിൻ്റെ ഒരു പച്ച മണം ഒന്ന് മാറണം. അതിനുശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എൻ്റെ ഫിഷിംഗ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ വീഡിയോ കൂടി കാണണം. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തു. അപ്പോൾ നമ്മൾ നേരത്തെ മീനിൽ കുറച്ച് മസാല ചേർത്തതാണ്, അതനുസരിച്ച് വേണം ഇതിൽ ചേർക്കാൻ. എരിവ് കണക്കാക്കി വേണം ഇതിൽ ചേർക്കാൻ. ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. മസാലപ്പൊടികളൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു തക്കാളി ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വെന്ത് കുഴഞ്ഞ് വരണം, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി തക്കാളി ഒന്ന് വെന്ത് കുഴഞ്ഞ് വരണം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമ്മൾ ഫിഷിൽ കുറച്ച് ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ അതെല്ലാം കണക്കാക്കി വേണം നമ്മളിപ്പോൾ മസാലയ്ക്ക് ഉപ്പ് ചേർക്കാൻ. ഇനി ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം ഞാൻ ചേർക്കുന്നുണ്ട്, വളരെ കുറച്ച്. അത് നമുക്ക് മസാലയ്ക്ക് എത്രത്തോളം പുളി വേണം എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ചിലർക്ക് മസാല പുളി ഇല്ലാതാണ് ഇഷ്ടം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തക്കാളിയുടെ പുളി മാത്രം മതി. അപ്പം ഞാൻ കുറച്ച് പുളിവെള്ളവും കൂടി ചേർത്തിട്ടുണ്ട് ഇതിലേക്ക്. അങ്ങനെ നമ്മുടെ മസാല റെഡിയായി. നെക്സ്റ്റ് നമ്മൾ മീൻ പൊതിയാനുള്ള വാഴയില വാട്ടിയെടുക്കുകയാണ്. അപ്പോൾ എങ്ങനെയോ ഒരു ഇല തപ്പി കൊണ്ടുവന്നതാണ്, അത് മക്കൾ അടിച്ച് കീറിയിട്ട് ഇരിക്കുകയാണ്. എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പൊതിഞ്ഞെടുക്കണം ഇതിനകത്ത്.
അപ്പോൾ പൊതിയാനുള്ള പരിപാടി തുടങ്ങുകയാണ്. വാഴയില നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് മസാല നിരത്തണം ആദ്യം. ആ മസാല അടിവശത്ത് മീനിൻ്റെ അടിഭാഗം കവർ ചെയ്യാനുള്ള മസാല നിരത്തിയ ശേഷം അതിൻ്റെ മുകളിലേക്ക് മീൻ വെച്ച് കൊടുത്തു. ഇനി മീനിൻ്റെ മുകൾ ഭാഗത്ത് മസാല നമ്മൾ ഫില്ല് ചെയ്യണം. ബാക്കിയുള്ള മസാല അതിൻ്റെ മുകൾ ഭാഗത്തുകൂടി ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഇത് പൊതിഞ്ഞ് കെട്ടിയെടുക്കണം. അപ്പോൾ നമ്മുടെ ഇല കീറിപ്പോയതുകൊണ്ട് വളരെ കഷ്ടപ്പെട്ടൊക്കെയാണ് നമ്മളത് പൊതിഞ്ഞെടുത്തത്, പുറത്ത് ചാടി പോകാതെ. മക്കൾ കുക്കിങ് കാണാൻ വന്ന് നിന്നിട്ട് വാഴയില അടിച്ച് കീറിക്കളഞ്ഞ്. മസാല നന്നായിട്ട് അതിൻ്റെ പുറത്തെല്ലാം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഇത് പൊതിഞ്ഞെടുക്കാൻ. കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഫിഷ് ഫുള്ള് കവർ ചെയ്യാനുള്ള മസാല ഉണ്ടായിരുന്നു. ഇനി നമുക്കത് പൊതിഞ്ഞെടുക്കാം. ഒരുവിധം ഇല അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പൊതിഞ്ഞെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഗ്രില്ല് ചെയ്യാനായിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഒരു ഗ്രില്ലുണ്ട്, അതിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ട്. അടിയിൽ നമ്മൾ കനൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കരി ഇട്ട് കത്തിക്കുകയാണ്. നെക്സ്റ്റ് നമ്മൾ മീൻ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഗ്രിൽഡ് ഫിഷിനുള്ളത്, അത് ഗ്രില്ല് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ 2 ഫിഷ് മാത്രമേ ഗ്രില്ല് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ തന്നെ സമയം ഒരുപാട് ലേറ്റായി. നമ്മുടെ കപ്പ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ ഗ്രിൽഡ് ഫിഷ് റെഡി ആവണം. അതിൻ്റെ കൂടെ ബാക്കിയുള്ള ഫിഷ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതും കൂടി ഗ്രില്ല് ചെയ്യാനുള്ള ടൈമില്ല, അതുകൊണ്ട് അത് ഫ്രൈ ചെയ്തും കൂടി എടുക്കുകയാണ്. അപ്പോൾ ഗ്രിൽഡ് ഫിഷ് റെഡിയായി. നമ്മൾ 2 സൈഡിലും കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സംഭവങ്ങളെല്ലാം റെഡിയായി. നല്ല സൂപ്പർ മുളകടച്ചത്, കപ്പ, ആവോലി പൊള്ളിച്ചത്, ഗ്രിൽഡ് ഫിഷ്, ഫ്രൈഡ് ഫിഷ് ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ആ ചൂട് കപ്പയും നമ്മുടെ ആവോലി പൊള്ളിച്ചതിൻ്റെ ആ മസാലയും കൂടി ചേർത്ത് കഴിക്കാൻ ഒരു രക്ഷയില്ലായിരുന്നു. ഉമ്മയുടെ വക സ്പെഷ്യൽ മിൻറ്റ് ടീയും കൂടി വന്നപ്പോൾ സംഭവം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഗ്രിൽഡ് ഫിഷിനും ഫ്രൈ ചെയ്യാനും ഒരേ മസാലയാണ് യൂസ് ചെയ്തതെങ്കിലും ആ ഗ്രിൽഡ് ഫിഷിനായിരുന്നു ടേസ്റ്റ് കൂടുതൽ. എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.